പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. നന്ദനയ്ക്ക് വേണ്ടിയിട്ട് സായിയും സിജോയും ഗെയിമിൽ വിട്ടുവീഴ്ച ചെയ്തതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് അവർ ഒത്തുകളിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ഏറ്റവും ലാസ്റ്റ് നടന്ന ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞ ടാസ്ക് ഒക്കെ അത്രയും ഷോക്കായിട്ടും നശിപ്പിച്ചും കളയാനായിട്ട് കാരണം ഇവരുടെ ഈ ഒത്തുകളിയായിരുന്നു. ഇവർക്ക് ഈ നന്ദനയോടുള്ള സ്നേഹം കാരണം ചില സൈഡൊന്നും കാണൂല എന്ന് പറഞ്ഞാൽ നന്ദന ഡിമാൻഡ്സ് വെച്ചിട്ടാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പെങ്ങളായിരിക്കണമെങ്കിൽ എന്നെ ഗെയിമിൽ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം കട്ട് ചെയ്യും. നിങ്ങൾ എൻ്റെ ആങ്ങളെയല്ല, എൻ്റെ ആരുമല്ല എന്നുള്ള ഇതിൽ. എന്ന് മാത്രമല്ല, ഈ സിജോയും സായിയും ഒന്നും നന്ദനയ്ക്കെതിരെ ഗെയിം കളിക്കത്തില്ല. പക്ഷെ നന്ദന അങ്ങനെയല്ല. ഗെയിമിൽ ഇവരെന്തെങ്കിലും നന്ദനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്ദന അപ്പം തിരിഞ്ഞിട്ട് മറ്റുള്ളവരോടൊക്കെ പോയി ഇവരുടെ കുറ്റവും പറയും, ഇവർക്കെതിരെ ഗെയിമും കളിക്കും. അതായത് ഈ ആങ്ങളെ പെങ്ങള് ബന്ധത്തിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പെങ്ങളായിട്ടിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നിങ്ങളുടെ പെങ്ങളായിട്ടിരിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് നന്ദനേൻ്റെ ഒരു ലൈൻ. ഈ സായിക്കും സിജോയ്ക്കും ഒക്കെ ചിലപ്പോൾ ഭയങ്കര സിൻസിയറായിട്ടായിരിക്കും അവർ നന്ദനേനെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഈ ബിഗ് ബോസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് 24 മണിക്കൂർ ഇത് തന്നെ നന്ദനേനെ ഇരുന്ന് ഉപദേശിക്കുന്നു, സ്നേഹിക്കുന്നു, കൊഞ്ചിക്കുന്നു, നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഗെയിം വിട്ടുകൊടുക്കുന്നു, പിന്നെ ഈ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളൊരു സംസാരം, ഇതൊക്കെ എപ്പോഴും ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കിനും വെറുപ്പിക്കലാവും. കാരണം അതിന്റെ മറുവശവും കൂടെ നമ്മൾ കാണുന്നുണ്ട്. നന്ദന അത് മാക്സിമം മുതലെടുക്കുന്നുമുണ്ട്. ഇവരുടെ ഈ പെങ്ങൾ പാസം കൊണ്ട് ഒന്ന് കയറി വന്ന സിജോയ്ക്ക് വീണ്ടും ഭയങ്കര നെഗറ്റീവായി. സായിക്കും അതെ. നന്ദന പിന്നെ ഓൾറെഡി അത്യാവശ്യം നെഗറ്റീവിൽ ഇരുന്നിരുന്നത് ഇവരുടെ ഈ സ്നേഹപ്രകടനം കാരണം കൂടുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടികളുടെ നെഗറ്റീവ്സും. ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നന്ദന ഔട്ടായും തോന്നുന്നു. ഇനിയിപ്പോൾ സായി ആയിരിക്കും രണ്ടുപേർ ഔട്ടാവുന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതൽ. കാരണം നോറയ്ക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. ഞാൻ അത്രയും വെറുത്തുപോയി ഇവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഈ സംസാരം കാരണം. ഇത് ഇവരുടെ ഈ കോമ്പോൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പം ഈ സീസൺ 6 വന്നിട്ടുള്ള മിക്ക കോമ്പോസിലും വന്നിട്ടുള്ള പ്രശ്നം ഇതാണ്. ഒരു പരിധിക്കപ്പുറമാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ മൊത്തം. ഇവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ സ്വയം? ഇത് ഓവറായി പോകുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ക്യാമറ ഉള്ളതാണ്. ഇത് 24 മണിക്കൂർ ഇത് തന്നെ പുറത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പാവും, മടുക്കും എന്നുള്ളത്. സിജോയൊക്കെ നന്ദനേനെ ഇരുന്നിട്ട് ഉപദേശിക്കുന്നത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കിനും എന്നാതിരി ക്രിഞ്ചാന്നറിയോ. ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സീസണിൽ തന്നെയുള്ള മറ്റു കോമ്പോസിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് സിജോ. സിജോയ്ക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.